വോട്ട് വെട്ടിയതോ എന്നതാണ് ചോദ്യം. ആന്റോ വഗേസ്. വോട്ട് വെട്ടിയതല്ല എന്നുള്ളതാണ്. കേരളത്തിലെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഇലക്ഷനിൽ ഇത് സാമാന്യം സംഭവിക്കുന്ന കാര്യമാണ്. കാരണം അവസാന നിമിഷം സ്ഥാനാർത്ഥിനെ കിട്ടില്ല ചില മണ്ഡലങ്ങളിൽ, അല്ല ചില വാർഡുകളിൽ, ചില ബൂത്തുകളിൽ കിട്ടില്ല. അപ്പം അന്നേരം ഓടി നടന്ന ഒരാളെ പിടിക്കും. അവിടെ ചെല്ലുമ്പോൾ അവർക്ക് ബൂത്തുണ്ടോ, അപ്പോൾ അന്നേരം കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ CPM-മാരോ ചെയ്യുന്ന ചെറിയ ബുദ്ധി എന്ന് പറയുന്നത് അവരെ വോട്ടർ ലിസ്റ്റ് എടുത്ത് നോക്കിയിട്ട് ആദ്യം ഇതുണ്ടോ നോക്കിയിട്ടാണ് സ്ഥാനാർത്ഥി നിശ്ചയിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കോഴിക്കോട്ടെ സംബന്ധിച്ചിടത്തോളം, VM വിനുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു സാംസ്കാരിക പ്രവർത്തകനാണ്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പിന്നെന്താണ് മുനിസിപ്പാലിറ്റി തിരിച്ചു പിടിക്കണം. അപ്പോൾ അവിടെ കുറച്ച് പേരുള്ള ഒരാളെ കണ്ടെത്തണം. അത് ഞാൻ വിചാരിക്കുന്നത് ഈ നവംബർ 5-ാം തീയതിക്ക് ശേഷമാണ് കേട്ടോ അതിലേക്ക് ഇറങ്ങി തിരിച്ചു എന്നുള്ളതാണ്. അതിന് മുൻപാണെങ്കിൽ ഇവർക്ക് തന്നെ അറിഞ്ഞാലും ഇത് കൊണ്ട് കൊടുക്കാനുള്ള സമയം ഉണ്ടാവാം. അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരൊന്നും ഇതിന് ഒരു പ്ലാനിങ്ങും ഇല്ല എന്നുള്ളതാണ്. കാരണം നമ്മളൊരു മുനിസിപ്പാലിറ്റി തിരിച്ചു പിടിക്കുക പിടിയൊന്നുമില്ല. ഇല്ല, അല്ല മുനിസിപ്പാലിറ്റി പിടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു 6 മാസം മുന്നെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാവില്ല മുനിസിപ്പാലിറ്റി പിടിക്കാൻ വേണ്ടിയിട്ട്. കോർപ്പറേഷൻ ഇത് നോക്കിയല്ല, ഒരു കോർപ്പറേഷൻ 6 മാസമെങ്കിലും. ഇത് അവസാന നിമിഷമാണ് സ്ഥാനാർത്ഥിനെ തപ്പി ഇറങ്ങിയിട്ടുണ്ടാവുക അല്ലേ? അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക എന്താ ഇങ്ങനെ സംഭവിക്കുകയെന്ന്. ഒരു അറ്റ്ലീസ്റ്റ് ഒരു വോട്ടർ പട്ടിക എന്നുള്ള നിലയിലേക്കെങ്കിലും ഇറങ്ങില്ലേ എന്നുള്ളതാണ്. അത് നോക്കില്ലേ സാമാന്യം. അവസാന നിമിഷമായിരിക്കും കോർപ്പറേഷൻ സ്ഥാനാർത്ഥിനെ സംബന്ധിച്ച്. പണ്ട് എപ്പോഴും ഒരു പരാതി കോൺഗ്രസ്സിന് കേൾക്കുക എന്ന് പറയുന്നത് ഈ സ്ഥാനാർത്ഥിനെ കെട്ടിയിറക്കുമെന്ന് പറയും. അവസാന നിമിഷം എവിടെന്നെങ്കിലും ഒരാളെ കൊണ്ടുവരും. ഈ അവിടെ പണിയെടുത്തവനും ചെയ്തവരൊന്നും ഉണ്ടാവില്ല. ഈ പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തവനും വെള്ളം കോരിയവനും വിറക് വെട്ടിയവനും ഒന്നും ഉണ്ടാവില്ല. എവിടെന്നെങ്കിലും ഒരാളെ കൊണ്ടുവന്നിട്ട് അവർ അന്നേരം കുറേ കാര്യങ്ങൾ പറയും. ഇത് സാംസ്കാരിക പ്രവർത്തകനാണ്, അവിടെ പേരുള്ള ആളാണ്, നമുക്ക് ജയിക്കണ്ടേ എന്നൊക്കെ ചോദിക്കും. അപ്പം ഇതൊക്കെ വിചാരിച്ച് വർക്ക് ചെയ്ത ആൾക്കാരുണ്ടാവും ആ മണ്ഡലത്തിനും വാർഡിലൊക്കെ. അവരെയൊക്കെ തഴഞ്ഞുകൊണ്ട് ഒരാളെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് ഒറ്റ ദിവസം സ്ഥാനാർത്ഥിയാക്കും. ആ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ പറ്റുന്ന അബദ്ധങ്ങളാണ് ഇതൊക്കെ. VM വിനു എന്ന് പറയുന്നത് കോഴിക്കോടിനെ സംബന്ധിച്ച് ഒരു സാംസ്കാരിക പ്രവർത്തനമാണ്, നല്ല പേരുള്ള ആളാണ്, ജനങ്ങളുടെ സമ്മതിയുള്ള ആൾക്കാരൊക്കെയാണ്. അവർക്ക് എനിക്ക് തോന്നുന്നത് CPM-ന് ഓരോ അദ്ദേഹത്തെക്കുറിച്ച് മോശം അഭിപ്രായം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരവരും മോശം പറയുന്നില്ല. പക്ഷേ വോട്ടർ ലിസ്റ്റില്ലാത്ത ആളെ വോട്ടിൽ മത്സരിപ്പിക്കണം എന്ന് പറഞ്ഞാൽ CPM-ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ലോ? പറ്റുമോ? അത് പറ്റൂല. അതാണ് ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത്. CPM വിചാരിച്ചാലും പറ്റില്ല. അല്ല, അങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ ഇപ്പം അത് ഞാൻ പറയുന്നത്, ഇപ്പം അത് ഞങ്ങൾ പ്രചരണ ആയുധമാക്കുക എന്ന് പറയുകയാണ്. ഏത് വോട്ട് വെട്ടിയത്, വോട്ടില്ലാത്ത ആൾക്ക് വോട്ട് വെട്ടിയത് പ്രചരണ ആയുധമാക്കാൻ കഴിയുമോ? അപ്പോൾ അങ്ങനെ ആക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ കോഴിക്കോട് അതിപ്പോൾ ഇപ്പം ഞാൻ ഇന്ന് നോക്കുമായിരുന്നു. ഇപ്പം ചന്ദ്രൻ എന്ന് പറഞ്ഞൊരു മുതലമട പറമ്പിക്കുളം ഉള്ളൊരു ആൾക്ക് ഇന്ന് ഹൈക്കോടതി ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ട്. നാളെ രാവിലെ ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ രാവിലെ 10 മണിക്ക് ജസ്റ്റിസ് PV കുഞ്ഞിക്കണ്ണൻ പറഞ്ഞിട്ടുണ്ട്, നാളെ രാവിലെ 10 മണിക്ക് ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ ഹാജരായിക്കോളൂ. എന്താണെന്ന് പറഞ്ഞാൽ അത് വോട്ട് വെട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താ പിന്നെ അവരുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ കൊടുത്ത അപേക്ഷയുണ്ട്. ആ അപേക്ഷ പരിഗണിച്ച് നാളെ രാവിലെ 10 മണിക്ക് വോട്ട് കൊടുക്കുക. ഇത് തന്നെയാണ് തിരുവനന്തപുരത്ത് ഒരു അപേക്ഷയുണ്ട്. ആ അപേക്ഷ പരിഗണിച്ച് അവർ ഹിയറിംഗ് നടത്തിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കുക എന്നേ പറയാൻ പറ്റുള്ളൂ കോടതിക്കും. ഇതിലെന്താ സംഭവിക്കുന്നത്? ഇതിൽ അപേക്ഷയില്ല. ഒരു ഇലക്ഷൻ കമ്മീഷൻ മുന്നിൽ അപേക്ഷ വേണ്ടേ? ഈ അപേക്ഷയിൽ നടപടി സ്വീകരിക്കാനല്ലേ കോടതിക്ക് പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെ അപേക്ഷയില്ല. ഇപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്നറിയോ? കോടതി ദയാദാക്ഷിണ്യമൊക്കെ തോന്നിയിട്ട് നിങ്ങൾ തൽക്കാലം ഇവിടെ ഉൾപ്പെടുത്തൂ, കേസ് പിന്നീട് പരിഗണിക്കാം എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ ഉൾപ്പെടുത്തി കഴിഞ്ഞ് നിങ്ങൾ ഇലക്ഷൻ നടക്കട്ടെ, കാരണം ഒരു ഇന്ത്യൻ പൗരനാണ്, ആ പൗരൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഇലക്ഷൻ നടക്കട്ടെ, നടന്നതിന് ശേഷം നമുക്ക് പിന്നീട് ഈ കേസ് പരിഗണിക്കാം എന്ന് പറഞ്ഞിട്ട് ഇലക്ഷനിലേക്ക് അതും വലിയ വിശാല മനസ്കതയോടുകൂടി ചെയ്യണം. അല്ലാതെ ഇലക്ഷൻ കമ്മീഷനെ ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരാൾക്ക് മാത്രം ചെയ്യാൻ പറ്റില്ലല്ലോ. അതാണെന്നേ. കാരണം നിങ്ങൾ 3 പ്രാവശ്യം നിങ്ങൾക്ക് സമയം തന്നു. ഈ 3 ഡേറ്റിന് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല. അവസാനം കരട് വന്നു, അതിലും ആപ്ലിക്കേഷൻ കൊടുത്തില്ല. ഇനി ഫൈനൽ ലിസ്റ്റ് വന്നു, അതും ഇല്ലാതിന് ശേഷം പുതിയൊരു ലിസ്റ്റിലേക്ക് ഇത് ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിനെന്തൊരു സത്യാവസ്ഥയില്ല എന്നുള്ളൊരു പ്രശ്നം വരുമല്ലോ മൊത്തത്തിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കേരളത്തിലുള്ള എത്ര ആൾക്കാർ ഇപ്പം ഈ അവസാന വോട്ടർ ലിസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ എത്ര ആൾക്കാർ പുറത്തായിട്ടുണ്ടാവും? ഇവരെയൊക്കെ ഉൾപ്പെടുത്താൻ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരില്ലേ? അങ്ങനെ പറ്റുമല്ലോ. കാരണം 10-22,000 വാർഡുകളിൽ ഇലക്ഷൻ നടക്കുന്ന സ്ഥലമല്ലേ കേരളം എന്ന് പറയുന്നത്. അപ്പോൾ അതങ്ങനെ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ പറ്റാത്ത സ്ഥലത്ത് അങ്ങനെ ഭയങ്കര വിശാല മനസ്കതയോട് കൂടിയിട്ട് കോടതി ഇടപെടേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ നാളെ കോടതിയിൽ പോവുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷൻ്റെ സമയത്ത് ഗോവിന്ദൻ മാഷോട് പിന്നെ ഒരു യോഗത്തിൽ ദേഷ്യപ്പെടുന്നുണ്ട്. CPM-ൻ്റെ കണ്ണൂർ ഇത് എന്താണ് ഇതുവരെ വോട്ടർ ലിസ്റ്റില്ലാത്തവരുടെ സ്ഥാനാർത്ഥിയാക്കി കഴിഞ്ഞപ്പോൾ ഭയങ്കര ദോഷപ്പെടുന്നുണ്ട്. കാരണം നിങ്ങൾ ആദ്യം നോക്കേണ്ടത് എന്താണ്? ഈ സ്ഥാനാർത്ഥിക്ക് വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടോ എന്നല്ലേ നോക്കേണ്ടത്. ഇതിപ്പോൾ ഞാൻ പറയുന്നത് VM വിനുവിൻ്റെ കാര്യമില്ല. പക്ഷേ VM വിനുവിനെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് പോലെയുള്ള ഒരു കോർപ്പറേഷൻ്റെ മേയർ സ്ഥാനാർത്ഥി എന്നുള്ളൊരു പരിഗണനയാണ് ഇത്ര വലിയ വാർത്തയാവാനുള്ള കാരണം. കോഴിക്കോട് തിരുവനന്തപുരമൊക്കെ അതാണ്. കാരണം അവിടെ ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്ന സ്ഥലമാണ്. കോഴിക്കോട് ഇഞ്ചോടിഞ്ച് മത്സരം അല്ലെങ്കിൽ മേയർ സ്ഥാനാർത്ഥിയാണ്. കാരണം അവർ ഏറ്റവും മുൻപിൽ ഉയർത്തി കാണിക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആ സ്ഥാനാർത്ഥിനെ മാറ്റി വേറെ ഒരാളെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അവിടെയും മത്സരങ്ങൾ നടക്കണമെന്ന് പറയുന്നത്. അവിടെ PM നിയാസിനെ പിന്നെ മേയർ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറയുന്നത്. ഇനി പുതിയൊരു മേയർ സ്ഥാനാർത്ഥിനെ കാണണം. ഈ VM വിനുവിനെ മാറ്റുവാണെങ്കിൽ കോൺഗ്രസ് ഒരു
പുതിയ മേയർ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരണ്ടേ? അതെ. അപ്പോൾ അതത്ര ഞാൻ പറയുന്നത് ഒരു ചെറിയ പ്രതിസന്ധിയിലല്ല പോയി കോൺഗ്രസ് പെട്ടത് എന്നുള്ളതാണ്. ഇത് കേരളം മുഴുവനാണല്ലോ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കാരണം 6 കോർപ്പറേഷൻ പിന്നെ ഇലക്ഷൻ നടക്കുന്നതിൻ്റെ അകത്ത് ഒരു കോർപ്പറേഷൻ വെച്ചിട്ട് കേരളത്തിലെ മുഴുവൻ കോൺഗ്രസിൻ്റെ കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഫോക്കസ് ചെയ്യപ്പെടുകയാണല്ലോ അങ്ങോട്ട്. കാരണം കോൺഗ്രസിന് പറ്റിയ തെറ്റാണ്, കോൺഗ്രസിന് പറ്റിയത് വി എം വിനുവിനല്ല. അതുകൊണ്ട് അത് CPM കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. വി എം വിനുവിന് പറ്റിയ തെറ്റല്ല. നിങ്ങൾ നോക്കണ്ടേ കോൺഗ്രസ്സുകാരാ എന്ന് ചോദിക്കുമ്പോൾ കോൺഗ്രസ്സുകാർ ഇതൊന്നും നോക്കാത്ത ഒരു പാർട്ടിയാണെന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് മറുപടി പറഞ്ഞു പോവുക എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ഇനി വരാനുണ്ടാവും കേട്ടോ. പല വാർഡുകളിലും ഇപ്പം ഇനിയിപ്പോൾ എന്താ വെച്ചാൽ കോൺഗ്രസിന് ഒരു കാര്യം കിട്ടി. ഇനിയിപ്പോൾ ആദ്യം ഇപ്പോൾ ഇത് നോക്കും. കാരണം ഇപ്പോൾ ഇടുക്കിയിലും പത്തനംതിട്ടയിലും ഒക്കെ പട്ടികയിലുണ്ടോ എന്ന് നോക്കിയിട്ടേ ഇനി സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിക്കുകയുള്ളൂ. അപ്പോൾ ഇത് എല്ലാ പ്രാവശ്യം പറ്റുന്നതാണ്. ഇനി അടുത്ത പ്രാവശ്യം പറ്റും. ഇത് ഇപ്രാവശ്യം ഇത് നടന്നാലും അടുത്ത പ്രാവശ്യം ഇതൊക്കെ തന്നെ സംഭവിക്കും. അടുത്ത 5 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഇലക്ഷൻ പറ്റിയെടുത്തോളും ഇതൊക്കെ തന്നെ ചർച്ചയാവും. അന്നേരം പേരുണ്ടാവില്ല എന്നുള്ളതാണ്.